സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ മിനി മുത്തൂറ്റിന്റെ ഭീഷണിയെ തുടർന്ന് ഗൃഹനാഥൻ ജീവനൊടുക്കി. കായംകുളം സ്വദേശി ശശിയാണ് തൂങ്ങി മരിച്ചത്. വായ്പാ തിരിച്ചടവ് ഒറ്റത്തവണ മാത്രം മുടങ്ങിയ പേരിലാണ് ഗുണ്ടകൾ ഭീഷണിയുമായി വീട്ടിലെത്തിയതെന്ന് ബന്ധുക്കൾ പറയുന്നു. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, ഇന്ന് വൈകിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത്. ഇദ്ദേഹം ശശി കായംകുളം വള്ളികുന്നം സ്വദേശി, വള്ളികുന്നം കടുവിനാൽ സ്വദേശിയായ ശശി 60 വയസ്സുകാരനാണ് ഇത്തരത്തിൽ ജീവനൊടുക്കിയത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇന്ന് വൈകിട്ട് മിനി മുത്തൂറ്റിലെ ഗുണ്ടകൾ എത്തി ഭീഷണി മുഴക്കുകയായിരുന്നു. അതിലെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, ഏതാണ്ട് 60 തവണകൾ മുടങ്ങാതെ ഈ വായ്പയിലെ തിരിച്ചടവ് നടത്തിയ വ്യക്തിയായിരുന്നു ശശി. അദ്ദേഹത്തിന്റെ ഒരു അടവ് മാത്രം മുടങ്ങിയതിന്റെ പേരിലാണ് ഇന്ന് ഗുണ്ടകൾ എത്തി ഭീഷണിപ്പെടുത്തിയത്. ആ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി വലിയ രീതിയിൽ ഇദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെ ആ ഗുണ്ടകൾ വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ വീടിനകത്ത് കയറി അദ്ദേഹം തൂങ്ങി മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടാവുന്നത്. ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്ത രീതിയിലുള്ള സമീപനമാണ് ഈ ധനകാര്യ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നുള്ള ആക്ഷേപമാണ് നാട്ടുകാരും ബന്ധുക്കളും എല്ലാം തന്നെ ഉന്നയിക്കുന്നത്. ഇന്ന് വൈകിട്ടോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഇദ്ദേഹം KSEBയിലെ കരാർ ജീവനക്കാരനും അതോടൊപ്പം തന്നെ മരം കയറ്റവുമായി ബന്ധപ്പെട്ടും മറ്റും ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇത്തരത്തിൽ ഇന്ന് വൈകിട്ട് 6:30യോടുകൂടി ഈ ഗുണ്ടകൾ എത്തുകയും ഭീഷണി മുഴക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അനിൽ നമ്പ്യാർ. സുധീഷ്, പോലീസ് നടപടി സ്വീകരിച്ചോ? അനിൽ നമ്പ്യാർ, ഇപ്പോൾ പ്രാഥമിക നടപടികൾ മാത്രമാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് അവിടെ നിന്നും മാറ്റുകയും മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇനിയും ബന്ധുക്കളുടെ കൂടുതൽ മൊഴിയെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ധനകാര്യ സ്ഥാപനത്തിനെതിരെയുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ഇന്ന് വൈകിട്ട് 6:30-7 മണിയോടുകൂടിയാണ് ഇത്തരമൊരു സംഭവം നടക്കുന്നത്. അതിനുശേഷം ഈ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വന്ന ഈ ഭീഷണി മുഴക്കിയ ആൾക്കാർ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തു എന്ന് കണ്ട ആ ഒരു സാഹചര്യത്തിൽ അവരവിടെ നിന്നും പെട്ടെന്ന് തന്നെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ബന്ധുക്കൾ വീട്ടിൽ തിരിച്ചെത്തുമ്പോഴാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ ശശിയെ കാണുന്നത്. അതിനുശേഷം പോലീസിനെ വിവരം അറിയിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നാളെ മാത്രമേ ഇനിയും പോലീസിന്റെ ഭാഗത്തു നിന്നും തുടർ നടപടികൾ കൃത്യമായി ഉണ്ടാവൂ എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അനിൽ നമ്പ്യാർ, സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ മിനി മുത്തൂറ്റിന്റെ ഭീഷണിയെ തുടർന്ന് ഗൃഹനാഥൻ ജീവനൊടുക്കി. കായംകുളം സ്വദേശി ശശിയാണ് തൂങ്ങി മരിച്ചത്. വായ്പാ തിരിച്ചടവ് ഒറ്റത്തവണ മാത്രം മുടങ്ങിയ പേരിലാണ് ഗുണ്ടകൾ ഭീഷണിയുമായി വീട്ടിലെത്തിയതെന്ന് ബന്ധുക്കൾ പറയുന്നു. ബന്ധുക്കളുടെ പ്രതികരണത്തിലേക്ക്. ശശി എന്ന ആളുടെ മരണത്തിന് ഉത്തരവാദികൾ മൈക്രോ ഫിനാൻസ് മുത്തൂറ്റ്, മിനി മുത്തൂറ്റ് മൈക്രോ ഫിനാൻസിൻ്റെ അലട്ടൽ മൂലമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്.